ടി വി പ്രസാദിലേക്കാണ്. പ്രസാദ്, ഇപ്പോൾ തെളിവുകൾ ഈ അഡ്വക്കേറ്റിന്റെ പക്കലുണ്ട്. വർഷങ്ങളായി നടക്കുന്ന നിയമ പോരാട്ടമാണ്. കർണാടക സർക്കാരിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ കർണാടക സർക്കാരിൽ ചിലരെങ്കിലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതൊരു ഒത്തുതീർപ്പിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക കൂടി അദ്ദേഹത്തിനുണ്ട്. കോടതിയിലാണ് അദ്ദേഹത്തിന് വിശ്വാസമുള്ളത്. ഇപ്പോൾ ജഗദേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? വർഷങ്ങളായി നീണ്ട കാര്യങ്ങളാണ്. ഇതിലൊരു നിയമ പോരാട്ടത്തിലപ്പുറം രാഷ്ട്രീയമായ പിന്തുണ എത്രത്തോളം കിട്ടുമെന്നാണ് കരുതേണ്ടത്? സ്മൃതി, അഭിഭാഷകന്റെ സംസാരം കേട്ടാൽ ഒരു കാര്യം ഉറപ്പാണ്. ഇതിൽ കൃത്യമായ ഡോക്യുമെന്റുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അഭിഭാഷകനോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. അഭിഭാഷകൻ വെറുതെ പറഞ്ഞതല്ല. കൃത്യമായി 1999 മുതൽ 2011 കാലഘട്ടം വരെയുള്ള ആ കാലയളവിൽ എങ്ങനെയാണ് ഏതാണ്ട് 250 ഏക്കറിലോളം ഭൂമി, നമ്മൾ നേരത്തെ 175 ആണെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു, 250 ഏക്കറിലോളം ഭൂമി എങ്ങനെയാണ് കൈവശപ്പെടുത്തിയത് എന്നത് ഡോക്യുമെന്റ് പോലെ വിശദീകരിക്കുകയാണ് അഭിഭാഷകൻ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം കൃത്യമായ ഡോക്യുമെന്റ് സഹിതം തന്നെയാണ് ഈ അഭിഭാഷകൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതൊരു ചെറിയ കാര്യമായിട്ട് കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് അഭിഭാഷകന്റെ വിശദീകരണം കൂടി വന്ന സാഹചര്യത്തിൽ ഇത് വലിയൊരു ഭൂമി കുംഭകോണം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആകെ 1,50,000 ഏക്കർ ഭൂമിയാണ് ഇതുപോലെ കർഷകരിൽ നിന്ന് കർണാടകയിലെ വ്യവസായ സ്ഥാപനങ്ങളും ഫാക്ടറികളും എല്ലാം തുടങ്ങുന്നതിൻ്റെ പേരിൽ ഏറ്റെടുത്തത്. അത് ലീസിന് കൊടുക്കുന്നു. ലീസിന് കൊടുത്തത് പിന്നീട് കൈമാറുന്നതിന് മുമ്പായി ബാങ്കിൽ പണയം വയ്ക്കുന്നു. പിന്നീട് അത് വിൽക്കുന്നു. വിറ്റ് കോടികൾ സമ്പാദിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഫാക്ടറിയും വരുന്നില്ല, ഒരു വ്യവസായശാലകളും തുടങ്ങുന്നില്ല എന്നുള്ളതാണ്. കർണാടകയിലെ മനുഷ്യരോട് രാജീവ് ചന്ദ്രശേഖർ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്നാണ് അഭിഭാഷകൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു ചോദിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് കൃത്യമായി ഈ അഭിഭാഷകൻ പറയുന്നുമുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യ നടത്തിയതിനെക്കുറിച്ച്, രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനി നടത്തിയതിനെക്കുറിച്ച്, രാജീവ് ചന്ദ്രശേഖർ നടത്തിയതിനെക്കുറിച്ച് ഓരോന്നും ഡോക്യുമെന്റ് സഹിതമാണ് അഭിഭാഷകൻ വിശദീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കേസ് കോടതിയിലെത്തിക്കഴിഞ്ഞാൽ ശക്തമായി നിലനിൽക്കും എന്നതിൻ്റെ തെളിവിലേക്ക് തന്നെയാണ്, സൂചനയിലേക്ക് തന്നെയാണ് അഭിഭാഷകന്റെ സംസാരം നീണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ രാഷ്ട്രീയമായ ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുമോ എന്ന കാര്യം നമുക്കറിയില്ല. സ്മൃതി പറഞ്ഞതുപോലെ ഒരുപക്ഷെ അതിനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി കോൺഗ്രസിന് മുതലെടുക്കാൻ പറ്റുന്ന സുവർണാവസരമാണ് കർണാടകയിലെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെട്ട ഭൂമി കുംഭകോണം എന്നുള്ളതാണ്. അന്നത്തെ സർക്കാർ BJP ആയിരുന്നു. BJPയിൽ വലിയ സ്വാധീനമുള്ള BJPയുടെ രാജ്യസഭ